ഹായ് ഓൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? നന്നായി പോകുന്നു, കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാനൊക്കെ പറ്റുന്നില്ലേ? അപ്പോൾ നമ്മൾ HSC ഫിസിക്കൽ സയൻസ് നേടിയെടുക്കാനായിട്ട് ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി തിരിച്ചൊരു മടങ്ങിപ്പോക്കില്ല. അത് നേടിയെടുക്കുക തന്നെ വേണം. നമ്മളെപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. നമ്മുടെ കയ്യിലുള്ള ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ കഴിയുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന അതിലേക്കുള്ളൊരു മാർഗമാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം എന്നത് യാദൃശ്ചികമല്ല അല്ലേ? അത് കഠിനാധ്വാനവും നിരന്തരമായ ഒരു വ്യക്തിയുടെ പ്രയത്നവും അറിവും അതുപോലെ ത്യാഗവും അതിനെല്ലാം ഉപരിയായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയോടുള്ളൊരു സ്നേഹമൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ഇന്ത്യൻ മിസൈൽമാനായ APJ അബ്ദുൽ കലാം സാറ് പറയുന്നത് എന്താ? തിരമാലകളെ എനിക്കിഷ്ടമാണ്, അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല. എന്തുകൊണ്ടാ? മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്ന് വരാൻ ശ്രമിക്കുകയാണ് അല്ലേ? ഓരോ തിരമാലയും ആദ്യം ഒരു ചെറിയൊരു തിരമാല വന്നാൽ അതിനേക്കാൾ ഉയർന്ന് പൊങ്ങി വരാനാണ് അടുത്ത തിരമാല ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരമാലകളെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണെന്ന് പറയുന്നത്. അല്ലാണ്ട് ആ തിരമാലയുടെ ഭംഗിയോ ഉയർച്ചയോ താഴ്ചയോ ഒന്നും കണ്ടിട്ടില്ല. നമ്മളൊരു താഴ്ച ഉണ്ടായാൽ ആ താഴ്ചയിൽ നിന്ന് നമുക്ക് അത്യധികം പൂർവാധികം ശക്തിയോടുകൂടി തന്നെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയം എന്നൊരു സംഭവം ഉണ്ടാവുകയുള്ളൂ അല്ലേ? നമ്മൾ ഓരോരുത്തരും അതുപോലെ ആവണം. ഒരു വീഴ്ച പറ്റിയെന്നോർത്ത് അവിടെ തളർന്നിരിക്കുകയല്ല വേണ്ടത്. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നല്ല ശക്തിയോടുകൂടി നല്ലൊരു ഊർജ്ജത്തോടു കൂടി തന്നെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നന്നായി തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. അതിന് ശേഷം എന്നാലാണ് നമുക്ക് നല്ലൊരു വിജയം കണ്ടെത്താനാവുകയുള്ളൂ. അതുപോലെ എല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് സമയമില്ല ഒന്നിനും. എപ്പോഴും നമ്മൾ ബിസിയാണ്, സമയമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും. നമ്മൾ കണ്ടെത്താനായി ശ്രമിക്കുക. കണ്ടെത്തി നമുക്ക് വിജയം കണ്ടെത്തണമെങ്കിൽ അല്ലെങ്കിൽ വിജയം നേടണമെങ്കിൽ നമുക്കതിനനുസരിച്ച് പ്രയത്നിക്കാനുള്ള സമയവും നമ്മൾ തന്നെ ഉണ്ടാക്കി അതിനു വേണ്ടി തന്നെ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് സമയമൊക്കെ താനേ വന്നോളും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമ്മളെ സ്നേഹത്തോടു കൂടി തന്നെ അതിനെ നമ്മൾ അത്യധികം സ്നേഹിക്കുക. നമുക്കൊരു സ്നേഹമുണ്ട് നമ്മളോട് തന്നെ അല്ലേ? അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ അപ്പം നമ്മൾ സ്നേഹിക്കുക. അന്നേരം നമുക്ക് എല്ലാത്തിനും സമയവും കിട്ടും. എല്ലാ കാര്യവും നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുകൊണ്ട് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കാരണവശാലും ഉഴപ്പിയൊന്നും ഇരുന്നേക്കരുത്. നന്നായി തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്നവരുടെ മുകളിൽ നമ്മൾ കൂടുതൽ പറന്നുയരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഒരാളിപ്പോൾ പറയുകയാണ്, നിന്നെക്കൊണ്ടെങ്ങും പറ്റില്ല, നേടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ നമ്മൾ അവർ പറയുന്നതിനേക്കാൾ നല്ല ഇതായിട്ട് തന്നെ നിന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്നവരുടെ മുന്നിൽ നമ്മളെന്താണ്, അവർ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് പറന്നുയർന്ന് കാണിക്കണം അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? അതുപോലെ നമ്മുടെ മനസ്സിലും ചിന്തയിലും എപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രവർത്തിക്കുക. നല്ല കാര്യങ്ങൾ മാത്രം ഓർക്കുക. ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും നല്ലത് മാത്രമാവണം. അതുപോലെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. അതുപോലെ നമുക്ക് ഉറച്ചൊരു തീരുമാനം ഉണ്ടാവണം എന്തിനു വേണ്ടിയിട്ടും. എങ്കിൽ മാത്രമേ പോസിറ്റീവായിട്ടൊരു മൈൻഡ് ഉണ്ടാവണം. അതുപോലെ നമുക്കത് നേടിയെടുക്കണം എന്നുള്ളൊരു തീരുമാനവും വിശ്വാസവും ഉണ്ടാവണം. എപ്പോഴും നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം. അതുപോലെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കൂ. നമ്മളെന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ നേടിയെടുക്കുന്നത്. ഓക്കെ. അതുപോലെ താൻ പാതി ദൈവം പാതി എന്നാണ്. ദൈവത്തെയും പ്രാർത്ഥിക്കുക. പൂർണ്ണമായിട്ടും എല്ലാം അർപ്പിച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക.
ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.